എൻ ഷംസുദ്ദീൻ മണ്ണാർക്കാട് MLA നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. എങ്ങനെയാണ് താങ്കളുടെ മുതിർന്ന നേതാവിന്റെ വിയോഗവേളയിൽ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത് ശ്രീ ഷംസുദ്ദീൻ? വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇന്ന് വൈകുന്നേരം കേൾക്കാനിടയായത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സുഖമില്ലാത്ത അവസ്ഥയിലായിരുന്നു ഇബ്രാഹിം കുഞ്ഞ് സാഹിബ്. ഞങ്ങൾക്കൊക്കെ വളരെയേറെ പ്രോത്സാഹനവും പിന്തുണയും നൽകിയ ഒരു നേതാവാണ്. ജനങ്ങളുമായി വളരെയേറെ അടുപ്പം പുലർത്തിയിരുന്ന, എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും ഇടപെട്ടിരുന്ന, പ്രത്യേകിച്ച് കൊച്ചി, എറണാകുളം കേന്ദ്രീകരിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് ഒരു രാഷ്ട്രീയ മുഖമായി പ്രവർത്തിക്കാൻ ഇബ്രാഹിം കുഞ്ഞ് സാഹിബിന് സാധിച്ചു. ഞാൻ ആദ്യമായി MLA ആയി വരുന്ന 2011-16 കാലത്ത് അദ്ദേഹം അന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. ഞങ്ങൾക്കൊക്കെ വളരെയേറെ പിന്തുണയും സഹായവും, ഏതൊരു പ്രൊജക്റ്റുമായും ഒരു പ്രപ്പോസലുമായും ചെന്നാൽ അതിനെല്ലാ നിലക്കുള്ള പിന്തുണയും നൽകിയിട്ടുണ്ട്. എനിക്കൊക്കെ നിയോജക മണ്ഡലത്തിൽ കാലങ്ങളായി ആളുകൾ കാത്തിരുന്ന പല വികസന പ്രവർത്തനങ്ങളും തുടങ്ങാനും പൂർത്തീകരിക്കാനും സാധിച്ചത് അദ്ദേഹത്തിന്റെ ഒരു വലിയ പിന്തുണയും സഹായം കൊണ്ടാണ് എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളിലും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ പ്രാപ്യനായിരുന്ന, ചെല്ലാനും കാണാനും വിവരങ്ങൾ പറയാനൊക്കെ കഴിഞ്ഞിരുന്ന ഒരു നേതാവും ഭരണകർത്താവുമായിരുന്നു ഇബ്രാഹിം കുഞ്ഞ് സാഹിബ്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കാതെ അദ്ദേഹം നടത്തിയിരുന്നു എന്നുള്ളത് നേരിട്ട് അറിവുള്ള ഒരാളാണ് ഞാൻ. വളരെ പാവപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അതിനൊക്കെ പരിഹാരം കാണാൻ, ചികിത്സക്കും മറ്റ് നിലക്കുള്ള പ്രയാസങ്ങൾക്കൊക്കെ ചെന്ന് അദ്ദേഹത്തെ കാണുമ്പോൾ അവരെ ആ അർത്ഥത്തിലും സഹായിച്ചിരുന്നു. ഒരു സൗമ്യ മുഖമായിരുന്നു. അടുത്ത എപ്പോഴെങ്കിലും കണ്ടിരുന്നോ സുഖമില്ലാതായ ശേഷം അദ്ദേഹത്തെ? അതെ, അവർക്ക് കുറച്ച് 2 മാസം മുമ്പാണ്, കുറച്ച് മാസം മുമ്പ് പിന്നെ അദ്ദേഹത്തെ കണ്ടു. അപ്പോഴൊന്നും ഇത്ര ഒരു കുറച്ച് പ്രയാസങ്ങളുണ്ട് എങ്കിലും പിന്നെ ഒരു സീരിയസ്നെസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിലാണത് കൂടുതലായതും മറ്റും. ഏതായാലും ഏറെ ദുഃഖകരമാണ്. ഞങ്ങൾക്കൊക്കെ വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ വാർത്ത കേട്ടത്. മനസ്സിലാവും ശ്രീ എൻ ഷംസുദ്ദീൻ. ലീഗിന്റെ സൗമ്യമുഖം മുതിർന്ന നേതാവ് VK ഇബ്രാഹിം കുഞ്ഞിന്റെ വിയോഗ വാർത്തയാണ് ഈ സായാഹ്നത്തിൽ നമ്മെ തേടിയെത്തുന്നത്. ഏതായാലും